Niva Gold, Diamonds and Platinum, Cherpalasheri and Ottapalam. വർക്കിംഗ് പ്രൊഫഷണൽസ് ഡിപ്ലോമ പ്രോഗ്രാമിന് മലബാർ പോളിടെക്നിക് ക്യാമ്പസിന് അംഗീകാരം. കേരളത്തിൽ പുതുതായി അംഗീകാരം ലഭിച്ച 6 പോളിടെക്നിക് സ്ഥാപനങ്ങളുടെ ലിസ്റ്റിലാണ് ചെർപ്പളശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസ് ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് മാനേജ്മെന്റ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്റ്റേറ്റ് ബോർഡ് ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ കീഴിൽ AICTEയുടെ അംഗീകാരത്തോടെയാണ് 2024 അധ്യയന വർഷത്തിൽ ഡിപ്ലോമ ഫോർ വർക്കിംഗ് പ്രൊഫഷണൽ കോഴ്സുകൾ നടത്താൻ ചെർപ്പളശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസ് ഉൾപ്പെടെ കേരളത്തിലെ 6 പോളിടെക്നിക് ക്യാമ്പസുകൾക്ക് അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. കേരളത്തിൽ സർക്കാർ എയ്ഡഡ് മേഖലയിൽ പ്രവർത്തിക്കുന്ന 11 പോളിടെക്നിക്കുകൾക്കാണ് ഇപ്പോൾ ഈ കോഴ്സിന് അംഗീകാരമുള്ളത്. 6 സെമസ്റ്ററുകളുള്ള ഡിപ്ലോമ പ്രോഗ്രാമിൻ്റെ 3ാം സെമസ്റ്ററിലേക്കാണ് പ്രവേശനം. 2024 ജൂൺ 1 19 വയസ്സ് പൂർത്തിയായിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് കോഴ്സിൽ ചേരാൻ അവസരം ലഭിക്കുക. മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നിവ ഐച്ഛിക വിഷയമായി +2 അല്ലെങ്കിൽ VHSC തുല്യ യോഗ്യതയും വേണം. അക്കാദമിക യോഗ്യത നേടിയതിനു ശേഷം ചുരുങ്ങിയത് 1 വർഷത്തെ ഫുൾ ടൈം അല്ലെങ്കിൽ റെഗുലർ പ്രവൃത്തി പരിചയവും വേണം. സർക്കാർ വകുപ്പ് രജിസ്ട്രേഡ് വ്യവസായശാല, കേന്ദ്ര സംസ്ഥാന സ്ഥാപനങ്ങൾ, സൂക്ഷ്മ ചെറുകിട ഇടത്തര സ്ഥാപനങ്ങൾ, സർക്കാർ അംഗീകരിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയിലെ സേവനവും പരിഗണിക്കും. കോഴ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് polyadmission.org എന്ന വെബ്സൈറ്റ് വഴിയും സെപ്റ്റംബർ 9 തീയതി മുതൽ 13 തീയതി വരെ ക്യാമ്പസിൽ നടക്കുന്ന സ്പോട്ട് അഡ്മിഷനിലൂടെയും പ്രവേശനം നേടാൻ ആവുന്നതാണെന്ന് മാനേജ്മെന്റ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സാധാരണഗതിയിൽ 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് 2 വർഷം കൊണ്ട് കംപ്ലീറ്റ് ആക്കാന്നുള്ളതാണ്. സാധാരണ ഇവിടെ ലാറ്റർ എൻട്രി കോഴ്സുകൾ +2 സയൻസ് ഗ്രൂപ്പ് കഴിഞ്ഞവരും അതുപോലെ തന്നെ ITI NCVT KGC പരീക്ഷ പാസ്സായവർക്കുമാണ് ഇത് എലിജിബിലിറ്റി ഉള്ളത്. അത് സാധാരണ റെഗുലർ ക്ലാസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഗവൺമെൻറ് തീരുമാനപ്രകാരം പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്ന ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ KSP, PWD, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ITI ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും. അവർക്ക് നെക്സ്റ്റ് പ്രൊമോഷൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ഡിപ്ലോമ അനിവാര്യമാണ്. അതിൻ്റെ ബേസിലാണ് ഈ 2 വർഷം കൊണ്ട് ഈ കുട്ടികൾക്ക് നടത്തുന്നത്. ലാറ്റർ എൻട്രി കോഴ്സുകളാണെങ്കിൽ റെഗുലറിൻ്റെ കോഴ്സുകളാണെങ്കിൽ റെഗുലറായിട്ട് വർക്കിംഗ് ഡേയ്സിനാണ് നടത്തുന്നത്. ഇത് പ്രത്യേകം പ്രോസ്പെറസിൽ പറഞ്ഞിട്ടുണ്ട്, ഇൻഡസ്ട്രീനെ ബാധിക്കാത്ത രീതിയിൽ, അവരുടെ മാൻ പവറിന് കോട്ടം വരാത്ത രീതിയിൽ ഏത് വേഗത്തിൽ വേണമെങ്കിലും നമുക്ക് ഈ കോഴ്സുകൾ സംഘടിപ്പിക്കാമെന്നുള്ളതാണ്. അത് ഈവനിങ് മാത്രമല്ല, റെഗുലറായിട്ട് പിന്നെ സാറ്റർഡേ ഹോളിഡേയ്സ്, സാറ്റർഡേ സൺഡേ ഏതെല്ലാം ദിവസങ്ങളും നമുക്ക് അനുയോജ്യമാണ് ആ ദിവസങ്ങളെല്ലാം ഇത് പിന്നെ ഈ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാമെന്നുള്ളതാണ്. സിറ്റി ബോർഡിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇലക്ട്രിക്കൽ വർക്കർമാരൊക്കെ ആയിട്ട് കയറിയ ആൾക്കാരുണ്ടാവും. അവരിങ്ങനെ ഒരു ലൈൻമാൻമാരൊക്കെ എത്തിയിട്ട് അവിടുന്ന് പിന്നെ ഒരു പ്രൊമോഷൻ കിട്ടിയിട്ട് മുകളിലേക്ക് പോകണമെങ്കിൽ അവർക്ക് പോളിടെക്നിക് ഡിപ്ലോമ നിർബന്ധമാണ്. അപ്പോൾ അവർക്ക് വളരെയധികം ഒരു സപ്പോർട്ടിങ് ആവും നമ്മുടെ ഒരു ഇലക്ട്രിക്കൽ ഡിപ്ലോമ കോഴ്സിനോട് അംഗീകാരം കിട്ടിയത് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ കോളേജിൻ്റെ ചുറ്റളവിൽ ഏകദേശം ഒരു 20 കിലോമീറ്ററിൻ്റെ ചുറ്റളവിൽ ഏകദേശം 6ഓളം സെക്ഷൻ ഓഫീസ് ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ എൻക്വയറീസ് വന്നിരിക്കുന്നതും അവിടെ നിന്നുള്ള KICBയിലത്തെ ജീവനക്കാരുടെ എൻക്വയറീസാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് മാനേജ്മെൻറ്റും പ്രത്യേക താല്പര്യം എടുത്ത് വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ നമുക്കൊരു ഇതിന് അംഗീകാരം കിട്ടിയത്. അപ്പോൾ പരമാവധി ആളുകൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അത്രയും നന്നാവും. ഗവൺമെൻറ് പോളിടെക്നിക്കുകളിൽ വാങ്ങുന്ന ഫീസ് മാത്രമാണ് നമ്മളതിന് ഈടാക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ പാലക്കാട് പോളിയിലോ അല്ലെങ്കിൽ പെരിന്തൽമണ്ണ പോളിയിലൊക്കെ പോയിട്ട് അവർ ഈ പരീക്ഷ എഴുതണം അല്ലെങ്കിൽ ഈ കോഴ്സ് ചെയ്യണമെങ്കിൽ, ഈ പരീക്ഷ എഴുതി പാസ്സാകണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവർക്ക് ആവശ്യമായിട്ട് വരുന്ന ഫീസ് തന്നെയാണ് ഇവിടെയും നമ്മൾ ഈടാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ മാത്രമല്ല, നേരത്തെ ITI ഒക്കെ കഴിഞ്ഞ് പല മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്ക് റെഗുലറായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇനി അത് സാധ്യമല്ല. അതേസമയം ഇങ്ങനെയുള്ള കോഴ്സുകളിലൂടെ ചേർന്നിട്ട് അവർക്ക് ഡിപ്ലോമ വീണ്ടും വേണമെങ്കിൽ അവർക്ക് ബിടെക്കോ തുടർ പഠനങ്ങളോ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അവർക്ക് പ്രൊമോഷൻ കാര്യങ്ങൾക്ക് ഇത് ആവശ്യമാണ്. മലബാർ പോളിടെക്നിക് ക്യാമ്പസ് വൈസ് ചെയർമാൻ മരക്കാർ മാരായമംഗലം, സെക്രട്ടറി അബ്ദുറഹ്മാൻ, വൈസ് പ്രിൻസിപ്പാൾ മുഹമ്മദ് സാലിം K, വിവിധ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവികളായ പ്രകാശൻ KK, മുഹമ്മദ് താഹിർ, സുനൈന K, കൃപ M K, അരുൺ R തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.